നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ വലതുഭാഗത്തിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് ഇങ്ങനെ പതുക്കെ രണ്ട് തട്ട് തട്ടിയിട്ട് പറഞ്ഞു, അമ്രേ, ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെയാണ്. നോക്കി മനുഷ്യരെ, നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം. ഇന്ന് അതേ ഇസ്ലാമിന്റെ അനുയായികൾക്ക് എന്താ അവസ്ഥ? ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടന്റെ ഒക്കെ അനിയന്റെ ഓളെ കണ്ടൂടാ, അനിയന്റെ ഒക്കെ ഏട്ടന്റെ ഓളെ കണ്ടൂടാ, നാത്തൂമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടൂടാ, ആങ്ങളന്റെ ഓളമാർക്ക് നാത്തൂമാരെ കണ്ടെടുത്താ കണ്ടൂടാ, വാപ്പാർക്ക് മക്കളെ കണ്ടൂടാ, മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ. മനസ്സിൽ പകയും വെറുപ്പും വെച്ച് ജീവിക്കുന്ന നമ്മള് 5 വക്തും റബ്ബിന്റെ മുമ്പിൽ നെറ്റി ചേർത്തിട്ട് പറയാ, ഇഹ്ദിന ഇഹ്ദിന, സ്വർഗം റബ്ബേ, സന്മാർഗം റബ്ബേ, ഫഅന്ന. എങ്ങനെയാ മനുഷ്യരെ പടച്ചോൻ അത് തരിക? നമ്മൾ കാരണം മനസ്സ് വേദനിച്ച ഒരാളെങ്കിലും ഈ ദുനിയാവിലുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥനകൾ 1-ാം ആകാശം വിട്ടുകിടക്കുന്നില്ല എന്നാണ്. നമ്മൾ കാരണം നെഞ്ച് കലങ്ങിപ്പോയ വിതുമ്പേണ്ടി വരുന്ന ഒരു മനസ്സോ കണ്ണോ ഈ ദുനിയാവിലുണ്ടെങ്കിൽ, വാപ്പാരെ, മക്കളെ, അള്ളാഹുവിന്റെ 7-ാം ആകാശം പോട്ടെ, 1-ാം ആകാശം പോലും നമ്മളെ ദിക്റുകൾ വിട്ടുകിടക്കൂലെന്നാ. ആ കണ്ണീരിന്റെ വില അവനെ കൊണ്ട് സങ്കടത്തോടെ പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് കുടുംബത്തിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ? കുടുംബം മധുരാവാൻ നമുക്ക് കുറച്ച് തോൽക്കാൻ പറ്റെങ്കിൽ അവിടെ തോറ്റേക്കണം. ഞാൻ തോറ്റാൽ അത് റാഹത്താകെങ്കിൽ ഞാൻ അത് സലാം പറഞ്ഞേക്കും. ഞാനൊരു സലാം പറഞ്ഞാൽ അത് തീരെങ്കിൽ ഞാൻ ആ സലാമിന് വരും, ഞാൻ വരാൻ റെഡിയാ, ഞാൻ അതിനിരിക്കാൻ റെഡിയാ. ഇന്നതല്ല, വാശിയ ഉസ്തഗന, ഞാൻ ഓന്റെ ചെലവിലല്ല. എന്റെ 2 ആൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു, 2 പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു. അതുകൊണ്ട് ഇന്റെ ചെലവില്, ഞാൻ ഓന്റെ ചെലവിലല്ല. എന്നോട് എന്താ ഉള്ളവര് എന്റെ പുരയിൽ വരട്ടെ. ഈ മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഓൻ 5-ന് പകരം 50 വക്ത് ജമാഅത്തിന് പോയി എന്നാൽ പടച്ചോൻ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ആൾക്കാരുടെ നിസ്കാരവും നോമ്പൊക്കെ ക്ലിയറാ, അതിലൊന്നും ആരും ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷെ മനസ്സ് നന്നാവുന്നില്ല. പകയും വെറുപ്പും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഈഗോയും പൊങ്ങച്ചവും മനുഷ്യന്റെ ഹൃദയം വിട്ടുകിടക്കുന്നില്ല. പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ഛവും ഏഷണിയും പരദൂഷണവും കുതന്ത്രവും കുത്തുവാക്കും നെഞ്ച് നിറഞ്ഞു നിൽക്കുക. ആ നെഞ്ചുകൊണ്ട് ആ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുന്നതെങ്കിൽ 10,000 മയ്യത്തസ്കരിച്ചിട്ട് എന്താ മനുഷ്യരെ കാര്യം? ഒരു മയ്യത്തസ്കാരത്തിന്റെ പിന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും കേട്ടിട്ടുണ്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, എന്തൊക്കെയായിരുന്നു കുടുംബക്കാരായിട്ടുള്ള പണിക്ക്. പെങ്ങളെ തല്ലിയിട്ടുണ്ട്, ആളിയനെ മട്ടലെടുത്ത് തച്ചിട്ടുണ്ട്, ആങ്ങൾക്ക് കൊടുക്കേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. അവസാനം പോയത് കണ്ടോ? 3 വെള്ളത്തുണിയിൽ, അതും മണ്ണോട് ചേരുന്ന കോറത്തുണി. 700 റുപ്യ, മാക്സിമം 1000 റുപ്യന്റെ ചെലവേ ഉള്ളൂ എനിക്ക് നോക്കും പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ. മാക്സിമം 1000 റുപ്യന്റെ ചെലവ്. എന്റെ നാട്ടിൽ 800 റുപ്യ ഉള്ളൂ, കുറച്ച് കോട്ടം തുണിക്കും പഞ്ഞിക്കും 3 വെള്ളത്തുണിക്കും, പിന്നെ തെളിക്കേണ്ട കുറച്ച് കർപ്പൂര വെള്ളത്തിനും. 1000 റുപ്യന്റെ ചുവടെ എനിക്ക് നോക്കും ഈ ദുനിയാവെന്നുള്ള യാത്രക്ക് വേണ്ടിയുള്ളൂ. മത്സരിച്ചും വാശി പിടിച്ചും കെട്ടിപ്പിടിച്ച് പൂട്ടിവെച്ചതും അതിന്റെ പേരിൽ പിണങ്ങിയതും അതിന്റെ പേരിൽ പക കാണിച്ചു കൊണ്ടുനടന്നതും എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട്. അന്ന് സൂര്യൻ ഉരിച്ചാണ് മേലെയായിരിക്കും, അന്ന് നമ്മൾ നഗ്നരായിരിക്കും, അന്ന് എരികൂട്ടിയവനും കുത്തിത്തിരിപ്പുണ്ടാക്കിയവനും വീറും വാശിയും കൊണ്ട് പക തന്നവനും നമ്മളെ കൈവിട്ടിട്ടുണ്ടാകും. ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഓരോ ബന്ധങ്ങളും അതിന്റെ സന്തോഷത്തോടെ കൊണ്ടടക്കാൻ പറ്റണം. ഭാര്യമാര് പറയണം ഭർത്താക്കന്മാരോട്, നിങ്ങളെ പെങ്ങളോടൊന്ന് നന്നാവണം, എനിക്ക് പൊരുത്തല്ലോ. എന്തിന്? നിങ്ങൾ അതിന്റെ പേരിൽ പെങ്ങളുമായിട്ട് പിണങ്ങി നടക്കുന്നത് എനിക്കിഷ്ടല്ല. ഇനി എന്റെ കുടുംബത്തിക്കൊന്ന് പോണം, എന്റെ വാപ്പനെയും ഇവനെയൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുക. ഓളാരാ? ഓളെ വാപ്പയാരാ? അമ്മോശാക്ക. ഓളമ്മയാരാ? അമ്മായിത്ത. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ. കെട്ടിയ പെണ്ണിന്റെ കുടുംബക്കാരോട് പിണക്ക്. എന്തിനാപ്പ പിണക്ക്? ഓക്ക് തന്ന് കുറഞ്ഞുപോയി, മരിച്ച വാപ്പാന്റെ സ്വത്ത് കിട്ടൂലെന്ന് ഉറപ്പായി, അല്ലെങ്കിൽ ഓളോളെ വീട്ടിൽ പോയി കൂടാൻ പോയി പാർക്കാൻ പോയി തിരിച്ചു വന്നപ്പം കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞുപോയി. എന്തൊക്കെയോ കാരണങ്ങൾ. മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. കണ്ണായ കണ്ണിന്റെ പറമ്പിന്റെ പേരിൽ അതിരിട്ട കല്ലിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. ഇവരൊക്കെ ആരാന്നറിയോ? 5 വക്തും നിസ്കരിക്കുന്നവര്, 5 വക്തും നിസ്കരിക്കുന്നവര്, ഹറമ് കണ്ടവര്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലി പടച്ച റബ്ബിന്റെ അതിഥിയായി പോയവര്, പട്ടിണി 1 മാസം കിടന്ന് റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവര്. സഹോദരങ്ങളെ, ഞാനിത് ഇത്ര ആവേശത്ത് പറയാൻ എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? സത്യം പറഞ്ഞാല് നിസ്കാരവും നോമ്പും ഒക്കെ ജനങ്ങൾക്ക് ക്ലിയർ ആണെങ്കിലും ഈ പകയും വെറുപ്പും മനസ്സിന്ന് പോകാത്തത് കൊണ്ടാണ്. അതില്ലാണ്ടായി പോകാൻ, അത് മനുഷ്യന്റെ മനസ്സിന്ന് പോയെങ്കിൽ മാത്രമേ ഓന്റെ മടക്കം റാഹത്താവൂ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്ര ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിൽ 1950കളിലും 60കളിലും ഒക്കെ വന്നത് അന്നത്തെ നേതാക്കന്മാര് പിന്നീട് പറഞ്ഞിട്ടുണ്ട്,
കോളറയും മാപ്പള കലാപത്തിലും പെട്ട് സങ്കടപ്പെട്ട് മരിച്ചോയ വാപ്പാരുടെ മക്കൾക്ക് യത്തീംഖാന തുടങ്ങാനായിരുന്നു. യത്തീംഖാന തുടങ്ങി കേരളത്തിന്റെ മുക്കുമൂലകളിൽ സുഭിക്ഷമായിട്ട് യത്തീമക്കൾ ജീവിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ മുക്കുമൂലകളിലുള്ള കുടുംബങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വരുന്ന കത്തുകളിൽ പലതിന്റെ ഉള്ളടക്കം എന്താണെന്നറിയോ? മക്കൾ നോക്കാതെ പാതയോര വക്കിലും കടത്തിണ്ടയിലും വീട്ടിന്റെ പോർച്ചിലും ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പേര് മാറ്റിയിട്ടെങ്കിലും ഒരു അത്താണി, ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങിക്കൂടെ? ഈ സാധുക്കൾ അവിടെ കൊണ്ടുവച്ചിടാൻ വേണ്ടിയിട്ട് ഒരു വാപ്പനെയും ഇമ്മനെയും കൈമ കിട്ടിയിട്ടും സ്വർഗം കാണാൻ പറ്റാതെ പോയാൽ അവനേക്കാളിലും അപമാനിക്കപ്പെടുന്ന ഒരു മക്കള് പരലോകത്തില്ല എന്നാണ്. ഇന്ന് സ്നേഹങ്ങളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എനിക്കെന്നെ അയച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്ന ഒരു 10-35 ആൾക്കാര്. സൗദി അറേബ്യയിലുള്ള ഒരു കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. അനിയനായിരുന്നു വാപ്പാനെ നോക്കല്. അവസാനം ജേട്ടൻ കേസ് കൊടുത്തു അനിയന്റെ വട്ടുനിന്ന് വാപ്പനെ കിട്ടാൻ വേണ്ടി. അവസാനം കേസ് ഏട്ടന് വിധിയാവുകയും ആ കോടതി വരാന്തയിൽ നിന്ന് അനിയന്റെ കൈമെന്ന് വാപ്പന്റെ കൈ പിടിച്ച് ഏട്ടൻ ഇങ്ങനെ നടന്ന് കാറിൽ കയറാൻ നേരത്ത് ഏട്ടന്റെ കാറിന്റെ അരികിൽ വന്ന് ഏട്ടന്റെ മുഖത്ത് നോക്കി അനിയൻ പറഞ്ഞു, കാക്കേ നിങ്ങളിന്റെ സ്വർഗാട്ടോ കൊണ്ടോണെന്ന്. കോടതി മുറിപ്പോലും അമ്പരന്ന് ത്രസിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ എഴുതി വിട്ടപ്പം നമ്മൾ വായിച്ച 150 ഗ്രൂപ്പില്. പക്ഷെ സ്വന്തം വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ല് വെള്ളാക്കിയ ആ വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലെ പെടച്ചിലറിഞ്ഞിട്ടുണ്ടോ? പറയാൻ മടിച്ചിട്ടും നെഞ്ചിന്റെ ഉള്ളിലെ വേദനയും കൊണ്ടടക്കുന്ന ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലെ നാവുമ്മൽ ഒരക്ഷരം കേൾക്കാൻ നേരം കിട്ടിയിട്ടില്ലേ? വാട്സപ്പ് കൂടെ കുറെ പൊലിപ്പിച്ചതുകൊണ്ട് സ്വർഗം തരാന്നൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. മാതൃദിനത്തിന്റെ അന്ന് അടുക്കളയിൽ കയറി ഉമ്മാന്റെ പരം ഫോട്ടോ എടുത്ത് ഉമ്മാന്റെ കൂടെ കരിവാളിച്ച മുഖവും കാണിച്ചു നിൽക്കുന്നവന് ഇന്ന് ലോക മാതൃദിനം എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയാല് 1000 ലൈക്കും 100 ഷെയറും കിട്ടിയ സ്വർഗത്തിലേക്കുള്ള ജന്നാത്തുൽ ഫിർദൗസിന്റെ 10 പടി കയറി എന്ന് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം. മറിച്ച് ആ ഉമ്മന്റെ കാലിന്റെ ചവിട്ടിയ സ്വർഗം. അതുകൊണ്ട് ആ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് സ്വർഗത്തിലെ മണ്ണ് കിട്ടുമെന്ന് ചോദിച്ചപ്പം കിട്ടും ഉസ്താദേ. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഉസ്താദുമാരെയും മദ്രസ അധികാരികളെയും അമ്പരപ്പിച്ചുകൊണ്ട് പെറ്റുമ്മാന്റെ കാലിന്റെ ചുവട്ടുന്ന് മണ്ണ് വാരിക്കൊണ്ടോന്നൊരു മകന്റെ ചരിത്രം നമുക്കറിയാമെങ്കിൽ സ്വന്തം വാപ്പനെയും ഇമ്മനെയും തൃപ്തിപ്പെടുത്താൻ പറ്റാത്തവനാ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ പരക്കം വായുന്നത്. സ്വന്തം വാപ്പനെയും ഇമ്മനെയും തൃപ്തിപ്പെടുത്താൻ പറ്റാത്തോളാ നാട്ടിൽ ഖുർആൻ ക്ലാസ് കൊണ്ട് കുടുംബക്കാരുടെ ഇടയിൽ സൽപ്പേരുണ്ടാക്കാൻ പരക്കം പായുന്നത്. എന്ത് നേട്ടം അതുകൊണ്ടുണ്ടാവുന്നത്?